ഹലോ നമസ്കാരം. അങ്ങനെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിതാ ജിദ്ദയിൽ നിന്ന് റിയാദ് വന്നു. റിയാദിൽ ലോഡിറക്കി കാലി വണ്ടിയായിട്ട് ഞാൻ ദമാമിൽ പോയി. ദമാമിൽ നിന്ന് റിയാദിലോട്ടുള്ള ലോഡുമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ആ ലോഡിറക്കിയിട്ട് വീണ്ടും ദമാമിൽ വരണം, വീണ്ടും റിയാദിൽ വരണം, വീണ്ടും ദമാമിൽ വരണം. അങ്ങനെ 3 ട്രിപ്പ് അടിക്കാനുണ്ട് ദമാമ് റിയാദ്. ഇപ്പോൾ ഞാൻ റിയാദിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോണതും നമ്മളെ കമ്പനി വണ്ടിയാണ്. ഞങ്ങൾ 4 വണ്ടിയുണ്ട്. അപ്പോൾ 3 ട്രിപ്പ് അടിക്കാനുണ്ട് റിയാദ് ദമാമ്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സാധാരണ ഞാൻ ഈ റൂട്ടിൽ വന്നിട്ടില്ല. ഇത് അല്ലസ റൂട്ടാണ്. ഇപ്പോൾ ഞങ്ങൾ പോണത് റിയാദ് ഭാഗത്തേക്കാണ് ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് കൂടെ പോയാൽ നേരെ ഖത്തർ ദുബായ് റോഡാണ്. ഖത്തർക്ക് ദമാമെന്ന് 100 ചില്ലറ എന്താ കിലോമീറ്റർ ഉള്ളു, 100-150 കിലോമീറ്റർ ഉള്ളു ഖത്തർക്ക്. 200 ചില്ലാനും കിലോമീറ്റർ എന്താ ഉള്ളു ദുബായിക്കും ദമാമെന്ന്. അപ്പൊ ആ ഭാഗത്ത് കൂടി പോയാൽ ദമാമ് ദുബായ് ഖത്തർ ബഹ്റൈന് അങ്ങനെ പോകും. ഈ ഭാഗത്തേക്ക് പോയാൽ റിയാദ്, തായിഫ്, മക്ക, ജിദ്ദ ഇങ്ങനെ പോകും. ഇതിലെ നല്ല ചോന്ത മണലാണ്, മരുഭൂമിയാണ്, മൊട്ടം മരുഭൂമി. ഇത് അല്ലസ ഖുറൈശി യമാമ സിമെന്റ് കമ്പനി റോഡാണിത്. ഖുറൈശി റോഡ് എന്ന് പറയും. യമാമ സിമെന്റ് കമ്പനി ആണ്, കമ്പനി ഉണ്ട് ഇവിടെ സിമെന്റ്. അല്ലസ ഖുറൈശി റോഡൊക്കെയാണിത്. നമ്മൾ ഈ റോഡിന് ഫസ്റ്റാണ്. നല്ല റോഡാണ്, വിട്ട് കാച്ചി പോരാ. ക്യാമറ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഏതായാലും കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. ചൂടാണ്. ഇന്ന് ചൂട് കുറച്ച് കുറവുണ്ട്. ഇന്നലെ റിയാദിൽ 54 ഡിഗ്രി ചൂടായിരുന്നു. ഇപ്പോ ഏകദേശം ഇവിടെ ഇപ്പൊ ചൂടുള്ളത് 42 ഡിഗ്രിയാണ്. ഇത് കാണിക്കണത് 42. നല്ല ചൂടായിരുന്നു. ഇന്നലെ റിയാദിൽ ഞങ്ങൾ ലോഡ് ഇറക്കുമ്പോൾ പുറത്തേക്കാണ് ഇറങ്ങൂലേനും. 54 ഡിഗ്രി ചൂട് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ നമ്മള് എന്താ പറയാ, പാവം റിയാദിലുള്ള ആൾക്കാരൊക്കെ ഒരു അവസ്ഥ. ജിദ്ദയിലൊന്നും അത്ര ചൂടില്ല കേട്ടോ. ജിദ്ദയിലൊരു 40 ഏറിപ്പോയാൽ 40, 38, 42 അതിന്റെ മേലക്കൊന്നുമില്ല. ഏതായാലും എല്ലാ പ്രവാസികളും പല പല നാട്ടിൽ പല ദേശത്ത് പ്രവാസ ജീവിതം നയിക്കുകയാണ്. അപ്പൊ എല്ലാരും പ്രവാസികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കൂ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മളെ നാട്ടിലാണ് ഇപ്പൊ ഈ മണലൊക്കെ കയറ്റിക്കാണ്ട് മണലക്കൊള്ള നടത്തി. ഇവിടെ ഇപ്പൊ ആർക്കും ആവശ്യമില്ല ഈ പൊടിക്കാറ്റ്, ഈ മണലും. വെറും കറണ്ടും കേബിളും. ഇടക്ക് ഈ ഭാഗത്ത് കൂടി ഇടയ്ക്കൊരു മരങ്ങളൊക്കെ കാണുന്നുണ്ട്, ചെറിയ മസറകളൊക്കെ ഉണ്ട്. ഒട്ടകങ്ങൾ നല്ലോണം ഉണ്ട്. ഒട്ടകങ്ങൾ റോട്ടിൽ ഇറങ്ങാതെക്കാനുള്ള സേഫ്റ്റി കാര്യങ്ങള് കൊടുത്തിട്ടില്ല. റിയാദ് ജിദ്ദ റോട്ടിലൊക്കെ പിന്നെ അങ്ങനെ ഉണ്ട്. വണ്ടി ഒട്ടകങ്ങൾ അടിക്കാൻ ചാൻസ് കമ്മിയാണ്. 2 സൈഡിലും സെൻട്രലിലും ആയിട്ട് നല്ല സേഫ്റ്റി കമ്പി വേലിയെല്ലാം കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ മണലിലും കാണുന്നതൊക്കെ വീടാണ്. അവിടെയൊക്കെ ആളുകൾ ഒട്ടകത്തിന് ആടുകളെയൊക്കെ നോക്കാൻ വേണ്ടി ജീവിക്കുന്ന കുറെ പ്രവാസികളുണ്ട്. അതിൽ മലയാളികളുണ്ടാവും, പാകിസ്ഥാനി ഉണ്ടാവും, കൂടുതൽ സുഡാനികളും എരിത്രിയാളും യമനിയാളും അങ്ങനത്തെ ആളുകളൊക്കെയാണ് കൂടുതൽ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ചൂടാണ്. ഇനി ഒരു 2-3 മാസം ചൂട് തന്നെയാണ്. പൊടിക്കാറ്റ് ഈ ഭാഗത്തിൽ പൊടിന്റെ ശല്യമല്ല. ഇതിപ്പോ ജിസാൻ റൂട്ടിലാണ് പോണെന്നുണ്ടെങ്കിൽ കണ്ണ് കാണൂല. ഇങ്ങനെ റോഡ് സൈഡില് റോഡൊക്കെ മണല് കൂമ്പ ആയിട്ട് വരും. തമ്മിൽ ഇത്ര ദൂരത്തുനിന്നൊന്നും കാണൂല നമുക്ക്. ഞങ്ങൾ ഈ റോഡിൽ പോരാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതിൽ വണ്ടി ശല്യം കമ്മിയാണ്. റിയാദ് ദമാമ് യഥാർത്ഥ റോഡ് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടി ഇങ്ങനെ ലൈനിട്ട് പോവും. ഒരു വണ്ടിക്ക് 30, 40, 50 സ്പീഡ് ഏറിപ്പോയാൽ കിട്ടുള്ളൂ. ഇത് നമുക്ക് വേണ്ട സ്പീഡ് പോകാം. ഞാൻ ഇപ്പൊ പോണത് 72 സ്പീഡിലാണ്. റിയാദ് 128 കിലോമീറ്റർ.
അപ്പൊ അങ്ങനെ അൽഹംദുലില്ലാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒഴിഞ്ഞ മൊട്ട മരുഭൂമിയാണ്. വണ്ടി കേടിനെ പിടിക്കുക, കമ്പത്തിലൊക്കെ ആയി കഴിഞ്ഞാലാണ് തൊള്ള പൊളിക്കുക. അതിലെ പോകുമ്പോ ഒരു നേരത്തെ ഭക്ഷണമെന്നുള്ള ഇതിൽ കാണണം. എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ പണിയാണ്. മണലുകൾ കുറെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതൊക്കെ റോട്ടിക്ക് ഇറങ്ങിയിരിക്കണം. അവിടെ കുറെ വണ്ടികള് JCB ഇതൊക്കെ ഉപയോഗിച്ച് മണ്ണ് റോട്ടിക്ക് ഇറങ്ങിയ മണ്ണുകളൊക്കെ മാറ്റുന്നുണ്ട്. അതുപോലെ ഇവിടൊക്കെ ഇറങ്ങി മാന്തി അടയാളം കാണുന്നുണ്ട്. കുറെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പൊടിക്കാറ്റായിരിക്കും. അപ്പൊ അതിനുള്ള മുൻകൂട്ടിയുള്ള സേഫ്റ്റിയാണ് ചെയ്യുന്നത്. കാറ്റടിച്ചാൽ അവിടെ കിടക്കുന്ന മണൽ ഇവിടെ റോട്ടിൽ കൂമ്പാരമായിട്ട് വരും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെയൊക്കെ പോകുന്നു. പ്രവാസികളാണ് ഈ കിടക്കുന്നത്. അതിന്റെ ഉള്ളിൽ കുറെ ബിൽഡിംഗ് അല്ല, കണ്ടെയ്നറും കാര്യങ്ങളും ഇതൊക്കെയാണ് കാണുന്നത്. അതിന്റെ ഉള്ളിലും ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കുറെ ആടുകളും ഒട്ടകങ്ങളും. ണ്ടോ ഈ മണലൊക്കെ ഇനി കാറ്റടിച്ച് അങ്ങോട്ട് റോട്ടിൽ കയറും. ഇപ്പൊ എടച്ചിനോട് ചാടി കിടക്കുകയാണ്. ഇനി മഞ്ഞവരന്റെ അപ്പുറത്തേക്ക് കിടക്കും. കാറ്റിന് വന്നാണ്ടല്ലോ. നല്ല രസമുള്ള കളറാണ്. ചുവന്ന മണ്ണാണ്. ചിലയിടത്ത് വെള്ളമായിരിക്കും. ഇവിടെയൊക്കെ ചുവപ്പാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ ജീവിതം. ചായ കുടിച്ചിട്ടില്ല. സമയം ഇപ്പോൾ 12 മണിക്ക് കുറഞ്ഞ ടൈമുള്ളൂ. 11:40 ഇന്നലെ രാവിലെ റിയാദില് ലോഡിറക്കി, വൈകുന്നേരം ലോഡിറക്കി. അങ്ങനെ തന്നെ ദമാമ് പോയി. പുലർച്ചെ 4 മണിക്ക് കണ്ടെയ്നർ കയറ്റി അങ്ങനെ പോന്ന്. ഒരു 1.5 മണിക്കൂർ ഉറങ്ങി. ഇപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ ഈ പോകുന്ന ലോഡ് അർജന്റ് ആണ്. ഇത് ഇന്ന് തന്നെ കയറ്റണം. നാളെ വെള്ളിയാഴ്ചയാണ്, ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇന്നിപ്പോ എത്ര ഡേറ്റ്? 26, 25 തോന്നുന്നുണ്ട്. അപ്പൊ ഈ ലോഡ് ഇന്ന് കയറ്റണം. ഇന്ന് കയറ്റില്ലെങ്കിൽ നാളെ ഞങ്ങൾ അവിടെ വെറുതെ ശശിയായിട്ട് കിടക്കണം. നാളെ വെള്ളിയാഴ്ചയാണ്. നാളെ ഒരു പരിപാടി നടക്കൂല. അപ്പൊ അതിന് വേണ്ടി ഇങ്ങനെ ഭക്ഷണത്തിനും ചായയും കാര്യങ്ങളൊന്നും കുടിക്കാനും പിടിക്കാനും നിർത്തിയിട്ടില്ല. പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് റിയാദ് പിടിക്കണം. ഇപ്പൊ ഇതിൽ 2 കണ്ടെയ്നർ ഉണ്ട്. 220 എന്ന് പറയും. 220 കണ്ടെയ്നറാണ്. ഒരു 20 അവിടെ ഇറക്കി വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് അടുത്തത് ലോഡ് ചെയ്യാൻ. അപ്പൊ ഒരു കണ്ടെയ്നർ അവിടെ ഒരു യാർഡുണ്ട്, ഫാൽക്കൺ എന്ന് പറയും, റിയാദില് സുലൈല്. അവിടെ ഇറക്കി വെച്ചിട്ട് വേണം അടുത്ത ലോഡ് കയറ്റാന്. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 8 വണ്ടി ഉണ്ട് ഇന്ന് ലോഡ് ചെയ്യാന്. ഒരു 4 വണ്ടി ഞങ്ങളെ റിയാദിൽ കാത്തു നിൽക്കുന്നുണ്ട്. 4 വണ്ടിക്കാർക്കുള്ള കണ്ടെയ്നർ ഞങ്ങളെ കയ്യിലാണ്. അപ്പൊ അവര് ഞങ്ങളെ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ എത്തിയാലേ അവർക്ക് ലോഡ് ചെയ്യൽ നടക്കുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ പോകുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, കുഴപ്പമൊന്നുമില്ല. ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട്, ചൂടും തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ 42 ചൂടുണ്ടെങ്കിലും പക്ഷെ AC-ക്ക് നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചൂടും അല്ലാതെ അറിയുന്നൊന്നുമില്ല. പുറത്തേക്കാണ് ഇറങ്ങൂല എന്നുള്ളു. വണ്ടിന്റെ ഉള്ളിൽ മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, പഠിത്തം സഹായിച്ച് നല്ല സൗകര്യമൊക്കെ തന്നിട്ടുണ്ട് കമ്പനി. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കൂളി പുറത്തേക്ക് നോക്കൂല. കണ്ണിങ്ങനെ പുളിച്ച് കിടക്കും. കണ്ണിങ്ങനെ പകുതി ചിമ്മിക്കൊണ്ട് നിൽക്കണം. അപ്പൊ അതിലേറെ കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ മമ്മൂട്ടി പറഞ്ഞാല് ഒരു സ്റ്റൈലും ആവും, ഒരു സേഫ്റ്റി ആവും. അപ്പൊ ഇതാണ് അവസ്ഥ. ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. മാഷാ അല്ലാഹ്, എല്ലാവർക്കും ഒരു കരകയറ്റം ഉണ്ടാകും. അത് ആ പ്രതീക്ഷയിൽ അങ്ങനെ പോകുന്ന എല്ലാ പ്രവാസികളും ഉണ്ടാകട്ടെ. എല്ലാവർക്കും കുറേ കിലോമീറ്ററുകൾ പോകുന്നതിന് ശേഷമാണ് ഇപ്പൊ ഇവിടെ ഒരു പമ്പ് കാണുന്നത്. അത് അങ്ങോട്ടും ഇവിടെ കയറാനും കോലമല്ല. ഇനി അവിടെ പോയി യൂട്ടേൺ അടിച്ച് വരണം എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് പോകണമെങ്കിൽ. അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ തീർന്നിട്ടുണ്ട്. ഈ മുട്ടം മണലാരണ്യത്തിൽ ഇങ്ങനെ പോകുന്നു. അപ്പൊ അങ്ങോട്ട് പോകുമ്പോ ഇന്നലെ രാത്രി കഴിഞ്ഞപ്പോൾ ഖത്തർ കുവൈത്തിന്റെ ഒക്കെ കിലോമീറ്ററുകൾ ഉണ്ടായിരുന്നു, ദുബായിന്റെ ഒക്കെ. പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അപ്പുറത്തെ പൊളി കൂടി പോവാണെങ്കിൽ കുവൈത്തേക്ക് പോവാം, ഖത്തർക്ക് പോകാം, ദുബായിക്ക് പോകാം. ആ റോഡാണത്. അപ്പോൾ ഓക്കെ, നമ്മളെ വീഡിയോ ഇവിടെ തീർന്നിട്ടുണ്ട്. ഓക്കെ, എന്നാ ഗുഡ് ബൈ.